പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. 2 ഹെലികോപ്റ്ററുകളാണ് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം അദ്ദേഹവുമായി പോകുന്നത്. ഒരു ഹെലികോപ്റ്ററിൽ കേരള മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവരുണ്ട്, സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. വലിയ പ്രതീക്ഷയോടെ നിരവധി ആളുകൾ അദ്ദേഹം മടങ്ങുമ്പോഴും അദ്ദേഹത്തെ കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ് മടങ്ങുകയാണ്. എങ്ങനെയാണ് നമ്മുടെ പ്രതീക്ഷ? നമ്മൾ വയനാട്ടുകാർ ഒരുപാട് പ്രതീക്ഷയിലാണ്. പ്രധാനമന്ത്രി നമ്മളെ കാര്യമായി തന്നെ ഗൗനിക്കുന്നു വിശ്വസിക്കുന്നു. അതിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഇത്രയും നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത പ്രധാനമന്ത്രിക്ക് നമ്മുടെ എല്ലാവരുടെയും വലിയൊരു സ്നേഹം. പ്രധാനമന്ത്രിയെ കാണാൻ പറ്റിയോ? ഇല്ല. ഹെലികോപ്റ്റർ കണ്ടു അല്ലേ? നീ കണ്ടോ? കണ്ടു. രാവിലെ കാണാൻ പറ്റിയോ? ഇല്ല, രാവിലെ കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോ നല്ല ക്ലിയർ ആയി കാണാൻ പറ്റി, എല്ലാരും കാണാൻ പറ്റി. ഇതെന്താണ് സംഭവം? തീർച്ചയായും എന്താ എഴുതിയുള്ളത് പറ. വെൽക്കം ടു വയനാട്. വെൽക്കം ടു വയനാട് മോദിജി. സേവ് വയനാട്, സേവ് നേച്ചർ. തീർച്ചയായും. മോദി പ്രധാനമന്ത്രിയെ കണ്ടോ? കാണാൻ പറ്റിയ ഹെലികോപ്റ്റർ കണ്ടു അല്ലേ? ഓക്കെ. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വയനാടിനെ സംരക്ഷിക്കുക, വയനാടിൻ്റെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായാണ് കുട്ടികൾ ഇവിടെയുള്ളത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം എങ്ങനെയാണ് കാണുന്നത്? എന്തായാലും വയനാട് വന്നതിന് പ്രത്യേകമായിട്ടൊരു നന്ദി രേഖപ്പെടുത്തണു. പിന്നെ ദുരിതാശ്വാസത്തിന് എന്തെങ്കിലും പ്രഖ്യാപിക്കുന്നുള്ളൊരു നിലപാടിൽ നിൽക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചതിലും 2.5 മണിക്കൂറിലധികം സമയമാണ് വയനാട്ടിൽ ചെലവഴിച്ചത്. നേരത്തെ 3 മണിയോടെ 3:15 അദ്ദേഹം വയനാട്ടിൽ നിന്നും മടങ്ങുമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ അതിൽ കൂടുതൽ സമയം വയനാട്ടിൽ ചിലവഴിക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തിയ പ്രധാനമന്ത്രി ഏറെ നേരം ചെലവഴിച്ച് 5 മണിക്ക് ആണ് ഇവിടെ നിന്നും മടങ്ങുന്നത്. സന്ദർശനം നേരത്തെ തീരുമാനിച്ച അതിൽ കൂടുതൽ സന്ദർശനം നടത്തി. കൂടുതൽ സമയം ദുരന്തഭൂമിയിൽ ചെലവഴിച്ചു. ദുരന്തബാധിതരുമായി കൂടുതൽ നേരം സംസാരിച്ചു. അതിലേറെ അദ്ദേഹം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സാന്ത്വനിപ്പിച്ചു. കുട്ടികൾക്ക് കൈകൊടുത്തു, ചേർത്ത് പിടിച്ചു, കൂടെയുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. അങ്ങനെ വൈകാരികമായ രംഗങ്ങളാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹം പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം അവിടെ ചിലവഴിക്കുന്നു, ആളുകളുമായി സംസാരിക്കുന്നു, ആളുകളെ ആശ്വസിപ്പിക്കുന്നു. അതിലുപരി സമയം വൈകിയപ്പോൾ അവലോകന യോഗം ഉൾപ്പെടെ മാറ്റിവെക്കുമെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ അവലോകന യോഗത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുന്നത്. വലിയ പ്രതീക്ഷയോടെ വയനാട് കാത്തിരിക്കുകയാണ്. 2000 കോടി രൂപയുടെ സഹായമാണ് വയനാട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാനമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരള ഗവർണറും ഒക്കെ വയനാട് സന്ദർശിച്ചതിനാൽ വലിയ പ്രതീക്ഷ ഈ പരീക്ഷയിൽ തന്നെയാണ് നാടാകെ ഉള്ളത്. എന്തായാലും പ്രധാനമന്ത്രി വയനാട് ദുരന്തഭൂമി സന്ദർശിച്ച് മടങ്ങുകയാണ്. ഈ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ദുരന്ത പ്രദേശങ്ങളിൽ ഒരു പ്രധാനമന്ത്രി ഇത്രയും സമയം ചെലവഴിക്കുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടാകാൻ സാധ്യതയുണ്ട്. അത്രയ്ക്കും നേരമാണ് ചെലവഴിച്ചത്. നേരത്തെ ബെയിലി പാലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അല്പസമയം സന്ദർശനം നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നതെങ്കിൽ അതിൽ കൂടുതൽ സമയം പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയാണ് വയനാട്ടിൽ നിന്നും മടങ്ങുന്നത്. കണ്ണൂർ എയർപോർട്ടിലേക്കാണ് പ്രധാനമന്ത്രി തിരിച്ചിട്ടുള്ളത്. അവിടെ നിന്നും പ്രത്യേക വിമാനത്തിൽ ദില്ലിയിലേക്ക് പ്രധാനമന്ത്രി മടങ്ങുകയും ചെയ്യും.